മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ യേശു മനുഷ്യൻ്റെ സ്വഭാവത്തെയും വിശ്വാസത്തെയും എടുത്തു കാണിക്കുന്ന ഒരു ഉപമ പറയുന്നുണ്ട്. ഈ ഉപമയിൽ ഒരപ്പൻ തൻ്റെ മക്കളോട് ആവശ്യപ്പെടുകയാണ് തോട്ടത്തിൽ ജോലിക്ക് പോകുവാനായിട്ട്. ഒന്നാമൻ പോകില്ല എന്ന് പറഞ്ഞിട്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സുമാറി അവൻ ജോലിക്ക് പോകുന്നു. രണ്ടാമൻ പോകാമെന്ന് പറഞ്ഞിട്ടും അവൻ പോകാതിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നല്ല വാക്കുകൾ പറയും, ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥനകളെല്ലാം കാണിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ ഭക്തി പ്രകടനങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ വഴിയാണ്. ക്രിസ്തു സുവിശേഷത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വിശുദ്ധ യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മഹത്വമാകുന്നത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷം എപ്പോഴും പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ആഗമനകാലത്തിലെ 15-ാം ദിവസത്തിലായിരിക്കാം നമുക്ക് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ ഈ ലോകത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.